ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യയിലെ കാർഷിക വിളകളെ കുറിച്ചിട്ടാണ് അല്ലേ. എന്താണ് ഇന്ത്യയിലെ കാർഷിക വിളകളെ കുറിച്ച് എന്തൊക്കെ പറയാം നമുക്ക്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്? കൃഷിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്? കൃഷിയാണ്. കാർഷിക ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കൃഷി മന്ത്രിസഭ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. അതുപോലെ കൃഷിയെക്കുറിച്ച് കുറച്ച് വ്യക്തികൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്ക് നോക്കാം. നെഹ്റു എന്താ പറഞ്ഞിട്ടുള്ളത്? കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റുവാണ്. അതുപോലെ എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടുമെന്ന് പറഞ്ഞതാരാണ്? അത് നെഹ്റുവാണ്. അതുപോലെ ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. ആരാണ്? പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. അതുപോലെ കൃഷിയിലെ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളെ നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നു. ആ ഇന്ത്യൻ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ എന്നും അതുപോലെ തന്നെ നാണ്യവിളകൾ, നാരുവിളകൾ, എണ്ണക്കുരുക്കൾ, പാനീയ വിളകൾ എന്നെല്ലാം തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഭക്ഷ്യവിള, അതുകൂടാതെ നാണ്യവിള, നാരുവിള, എണ്ണക്കുരു, പാനീയവിള എന്നിങ്ങനെയെല്ലാം തരംതിരിച്ചിട്ടുണ്ട്. അതിൽ എണ്ണക്കുരുക്കളിൽ ഏതൊക്കെ വരിക നമുക്കറിയാലേ. നിലക്കടല, കടുക്, നാളികേരം, സൂര്യകാന്തി, എള്ള് ഇവയിൽ നിന്നൊക്കെയാണ് നമ്മൾ എണ്ണകൾ എടുക്കുന്നത്. നിലക്കടലയിൽ നിന്ന് കടലെണ്ണ, കടുകെണ്ണ, അതുപോലെ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, എള്ളെണ്ണ എന്നൊക്കെ എടുക്കില്ലേ. അപ്പോൾ അതൊക്കെയാണ് എണ്ണക്കുരുക്കൾ വരുന്നത്. പാനീയ വിളകളിൽ ഏതൊക്കെ വരുന്നത് നമുക്കറിയാലേ. നമ്മൾ കുടിക്കുന്ന കാപ്പി, ചായ, പിന്നെ ചോക്ലേറ്റ്, കൊക്കോ, പിന്നെ വാനില എന്നിവയൊക്കെയാണ് പ്രധാന പാനീയ വിളകളിൽ വരുന്നത്. ഇനി നാരുവിളകളിൽ ഏതൊക്കെയാണ് വരുന്നത്? പരുത്തിയും ചണവുമാണ് നാരുവിളകളിൽ വരുന്നത്. അതുകൂടാതെ തന്നെ വിളവിറക്കലിൻ്റെ കാലത്തിനനുസരിച്ച് വിളകളെ എങ്ങനെ കാർഷിക കാലങ്ങളെ ഖാരിഫ് എന്നും റാബി എന്നും സയ്യിദ് എന്നും വേറെ തരംതിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഋതുവ്യത്യാസങ്ങൾക്കനുസരിച്ച് കാർഷിക വിളകൾ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഖാരിഫ്, റാബി, സയ്യിദ് എന്നിങ്ങനെ അല്ലേ. ഇനി ഖാരിഫ് വിളകളെ കുറിച്ച് നോക്കാം. ഖാരിഫ് വിളകൾ ജൂണിലോ ജൂലൈയിലോ വിളവിറക്കി നവംബർ ആദ്യ വാരത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ അടുത്ത മഴക്കാലമാണ് അല്ലെ, മൺസൂൺ കാലമാണ്. അപ്പൊ എങ്ങനെയാ പറയാം നമുക്ക്? മൺസൂൺ കാലത്ത് വിളവിറക്കി മൺസൂണിന്റെ അവസാനം എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഖാരിഫ് വിളകൾക്ക് പ്രധാന ഉദാഹരണങ്ങൾ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ നെല്ല്, ജോവർ, ബജ്റ, റാഗി, ചോളം, നിലക്കടല, എള്ള്, പരുത്തി, ചണം, തിനവിളകൾ, കരിമ്പ് എന്നിവയെല്ലാം ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഖാരിഫ് വിളയാണ്. ചോളം എന്ന് പറയുന്നത് ഖാരിഫ് വിളയാണ്. നിലക്കടല എന്ന് പറയുന്നത് ഖാരിഫ് വിളയാണ്. പരുത്തി എന്ന് പറയുന്നത് ഖാരിഫ് വിളയാണ്. എന്താണ് പറഞ്ഞാൽ ചില പേരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കാറുണ്ട്, ഈ കരിമ്പ് പോലെയുള്ളവയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. നെല്ലും നിലക്കടലയും കരിമ്പും പരുത്തിയും ചോളവും ചണവും ബജ്റ, എള്ള്, തിനവിളകൾ എന്നിവയെല്ലാം ഖാരിഫ് വിളകളിൽ പെടുന്നതാണ്. ഇനി റാബി വിളകൾ. റാബി വിളകളിൽ എന്തൊക്കെയാണ് വരുന്നത്? റാബി വിളകളുടെ കൃഷി തുടങ്ങുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി തുടങ്ങിയിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് എന്ത് തുടങ്ങുന്നത്? റാബി വിളകൾ. അതായത് ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അത് എപ്പോഴാണ് വിളവെടുക്കുന്നത്? നമുക്കറിയാലേ, ഈ മാർച്ച് ഏപ്രിലൊക്കെ എന്താണ്? വേനൽക്കാലമാണ്. അപ്പോൾ വേനൽക്കാലത്തിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. റാബി വിളകളിൽ പെടുന്നതാണ് ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ചെറു ചണവിത്ത്, പുകയില, ലിൻസീഡ്, കടുക് എന്നിവയെല്ലാം ഏതിൽ പെടുന്നതാണ്? റാബി വിളകളിൽ പെടുന്നതാണ് അല്ലേ. ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗം, ചെറു ചണവിത്ത്, പുകയില, ലിൻസീഡ്, കടുക്. അപ്പോൾ ഗോതമ്പും ബാർലിയും പുകയിലയും പയറുവർഗ്ഗമൊക്കെ ഏത് വിളയിൽ പെടുന്നതാണെന്ന് ചോദിച്ചാൽ ഏതിൽ എന്ന് പറയണം? നമ്മൾ റാബി വിളകളിൽ പെടുന്നതാണ് എന്ന് പറയണം. അടുത്തത് സയ്യിദ് വിളകൾ. സയ്യിദ് വിളകൾ എപ്പോഴാണ്? മാർച്ച് മാസത്തിൽ, അതായത് വേനൽക്കാലത്ത് കൃഷി ഇറക്കിയിട്ട് മൺസൂൺ കാലത്ത് ജൂൺ മാസത്തിൽ വിളവെടുക്കുന്നതിനെയാണ് നമ്മൾ സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്.
സെയ്ദ് വിളകളിൽ പെടുന്നതിന് ഉദാഹരണം ഏതൊക്കെയാണ്? പഴവർഗ്ഗം, പച്ചക്കറി, തണ്ണിമത്തൻ എന്നിവയൊക്കെയാണ് സെയ്ദ് വിളകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ തണ്ണിമത്തന്റെ ഒക്കെ കാലം എന്ന് പറയുന്നത് എപ്പോഴാണ്? വേനൽക്കാലത്താണ് അല്ലെ തണ്ണിമത്തനൊക്കെ ഉണ്ടാവാറ്. അപ്പൊ അവയാണ് സെയ്ദ് വിളകളിൽ പെടുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ കൃഷിയെ വേറൊരു രീതിയിൽ കൂടി തരംതിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖല, മിതോഷ്ണ മേഖല വിളകൾ എന്നിങ്ങനെ. അപ്പൊ അതിൽ ഉഷ്ണമേഖല വിളകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നെല്ല്, കാപ്പി, ചണം, റബ്ബർ, സുഗന്ധ വിളകള്, മാമ്പഴം, പൈനാപ്പിൾ എന്നിവയെല്ലാം ഉഷ്ണമേഖല വിളകൾക്ക് ഉദാഹരണമാണ്. നെല്ല്, കാപ്പി, ചണം, റബ്ബർ, സുഗന്ധവിള, മാമ്പഴം, പൈനാപ്പിൾ എന്നിവയെല്ലാം ഉഷ്ണമേഖല വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി ഉപോഷ്ണ വിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പരുത്തിയും തേയിലയും ഉപോഷ്ണ മേഖലാ വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി മിതോഷ്ണ മേഖലാ വിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഗോതമ്പ്, ചോളം, ബാർലി എന്നിവയെല്ലാം മിതോഷ്ണ മേഖലാ വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ ഭക്ഷ്യവിളകൾ എന്നെ തരംതിരിച്ചിട്ടുണ്ട്, അതുപോലെ നാണ്യവിളകൾ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഭക്ഷ്യവിളകളിൽ പെടുന്ന ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നെല്ല്, ഗോതമ്പ്, ചോളം, തിനവിളകള്, പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം പ്രധാന ഭക്ഷ്യവിളകളിൽ പെടുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അതിൽ ഓരോ വിളകളെ പറ്റി നോക്കാം. നെല്ല് ആദ്യത്തെ നമ്മൾ നോക്കേണ്ടതാണ്. നെല്ല് എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെ പ്രധാന ഭക്ഷ്യവിള എന്ന് പറയുന്നത് എന്താണ്? നെല്ലാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ ആകെ നെല്ലുൽപാദനത്തിന്റെ 90% സംഭാവന ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും കൂടിയിട്ടാണ്. അപ്പൊ 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇവർ രണ്ടുപേരും തന്നെ ലോകത്തിലെ 90% നെല്ലും സംഭാവന ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആകെ കൃഷി സ്ഥലങ്ങൾ, നമ്മൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ആകെ കൃഷി സ്ഥലങ്ങളിൽ 23% കൃഷി ചെയ്യുന്നത് എന്താണ്? നെൽകൃഷിയാണ്. ഇനി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. അതുപോലെ താപനില എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എന്തിനു വേണം? നെൽകൃഷിക്ക് വേണം. അതുപോലെ മഴയുടെ അളവ് എന്ന് പറയുന്നതും 150 സെന്റിമീറ്ററിൽ കൂടുതൽ എന്തിനാവശ്യമാണ്? നെൽകൃഷിക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മൾ മഴയില്ലാത്ത പ്രദേശങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? നെൽകൃഷി ചെയ്യാറുണ്ട്. എങ്ങനെ? ജലസേചനത്തിന്റെ സഹായത്തോടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ നെൽകൃഷി ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സമതലങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നെൽകൃഷി ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞു 150 മുതൽ 300 സെന്റിമീറ്റർ വരെ എന്ത് വേണമെന്ന് പറഞ്ഞു? വാർഷിക വർഷപാതം വേണമെന്ന് പറഞ്ഞു അല്ലെ. ഇത്രയും മഴ ആവശ്യമുള്ളതിനാൽ തന്നെ നെല്ല് കൃഷി ചെയ്യുന്നത് ജൂൺ സെപ്റ്റംബർ കാലത്താണ്. നെല്ല് കൃഷി ചെയ്യുന്നത് എപ്പോഴാണ്? ജൂൺ സെപ്റ്റംബർ കാലത്താണ്. നമ്മൾ പറഞ്ഞു ജൂൺ സെപ്റ്റംബർ കാലം എന്ന് പറയുന്നത് ഖാരിഫ് കാലമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഖാരിഫ് വിളയിൽപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെല്ലാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഖാരിഫ് കാലഘട്ടമാണ്. അപ്പോൾ ഖാരിഫ് വിളയാണ് നെല്ല് എന്ന് പറയുന്നത്. നെല്ലിന് അത്യാവശ്യം നല്ല മഴ വേണം. അപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന ഒരു വിള കൂടിയാണ് നെല്ല് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ കൂടാണ്ട് പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹരിയാന, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം എന്തുൽപ്പാദിപ്പിക്കുന്നത്? നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ അരി ഉൽപാദനത്തിൽ 14-15% വിഹിതം ഏത് സംസ്ഥാനത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. ഈ പശ്ചിമ ബംഗാളിലെ ബങ്കുറ, ബർധമാൻ, മിഡ്നാപൂർ തുടങ്ങിയ ജില്ലകളിലാണ് കൂടുതലായിട്ട് നെല്ല് ഉൽപാദനം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ നദീതടങ്ങളും സിവാലിക് പർവ്വത ചെരുവുകൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്തു വരുന്നത്. ഇനി നെൽകൃഷിയെ പിന്തുണയ്ക്കുന്നതിനുള്ള ചില സർക്കാർ സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ, ഹൈബ്രിഡ് നെല്ല് വിത്ത് ഉൽപാദനം, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നിവയെല്ലാം നെൽകൃഷിയെ പിന്തുണയ്ക്കുന്ന ചില സർക്കാർ സംരംഭങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ, ഹൈബ്രിഡ് നെല്ല് വിത്ത് ഉൽപാദനം, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നിവയാണ് ആ സർക്കാർ സംരംഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് നെല്ലിനെ കുറിച്ച് പ്രധാനമായി പറയാനുള്ളത്.
അടുത്തത് ഗോതമ്പ് അല്ലെ. ഇന്ത്യൻ കൃഷിയിടത്തിന്റെ വിസ്തൃതിയിൽ നെല്ല് കഴിഞ്ഞ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. നമുക്കറിയാം നമ്മളെ ഹിന്ദിക്കാരൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ കഴിക്കുക എന്താണെന്നാണ് നമ്മൾ പറയുക, ഗോതമ്പാണ്. എല്ലാ സമയത്തും ചപ്പാത്തി കഴിക്കുന്നവരാണ് ഹിന്ദിക്കാരെന്ന് പറയില്ലേ. അപ്പൊ എങ്ങനെ നമുക്ക് ആലോചിക്കാം, ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ഗോതമ്പാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞൂല്ലേ നേരത്തെ ഉഷ്ണ, ഉപോഷ്ണം, മിതോഷ്ണം എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മിതോഷ്ണ വിളകളിലാണ് എന്ത് പെടുന്നത്? ഗോതമ്പ് പെടുന്നത്. അങ്ങനെ ആണെങ്കിൽ കൂടി ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. അപ്പോൾ റാബി വിള നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണ്? ഒക്ടോബർ, അതായത് ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളക്ക് കൃഷി ആരംഭിക്കുന്നത് അല്ലെ. അപ്പൊ റാബി വിളയാണ് എന്ത് എന്ന് പറയുന്നത്? ഗോതമ്പ്. ഈ ഗോതമ്പിന് വർഷപാതം 50 മുതൽ 70 സെന്റിമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഗോതമ്പ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് നല്ല നീർവാർച്ചയുള്ളതും ഫലപുഷ്ടവുമായ മണ്ണ് ആവശ്യമാണ്. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ സമതലങ്ങളിലാണ് പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് കൂടുതലായിട്ട് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം, ഫലപുഷ്ടമായ മണ്ണ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ സിന്ധു ഗംഗ സമതല പ്രദേശത്തും ഡക്കാൻ മാൾവ പീഠഭൂമി പ്രദേശത്തുമാണ് ഗോതമ്പ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് മുഖ്യ ഉൽപാദനം ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ കൂടുതൽ ഉൽപാദകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. അതുകൂടാണ് നമുക്കറിയാം നമ്മളുടെ ഹരിത വിപ്ലവത്തെ കുറിച്ച് അറിയാം. 1960-ലാണ് ഒന്നാം ഘട്ടം, ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത്. ആ 1ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം കൈവരിച്ചത് ഏത് കൃഷിയാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പ് കൃഷിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? പഞ്ചാബാണ്. ഉത്തർപ്രദേശും മധ്യപ്രദേശുമാണ് അതിനുശേഷം ഉൽപ്പാദിപ്പിക്കുന്നവർ എന്ന് പറയുന്നത്. അപ്പോൾ നീർവാർച്ചയുള്ള മണ്ണ് വേണം. വാർഷിക വർഷപാതം 50 to 70 സെന്റിമീറ്റർ, താപനില 10 to 26 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തിനാവശ്യം? ഗോതമ്പ് കൃഷിക്ക് ആവശ്യം. ഇനി ഈ ഗോതമ്പ് കൃഷിയെ പിന്തുണയ്ക്കുന്ന സർക്കാർ സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാക്രോ മാനേജ്മെന്റ് മോഡ് ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ മിഷൻ, നമ്മൾ നേരത്തെയും പറഞ്ഞൂല്ലേ ദേശീയ ഭക്ഷ്യ സുരക്ഷാ മിഷൻ, അതുപോലെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയൊക്കെ എന്തിനെ പിന്തുണയ്ക്കുന്നതാണ്? ഈ ഗോതമ്പ് കൃഷിയിൽ. അതിൽ നമ്മൾ നേരെ പറഞ്ഞ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയും ഭക്ഷ്യ സുരക്ഷാ മിഷനും നേരത്തെ നെൽകൃഷിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വിളയാണ് എന്തെന്ന് പറയുന്നത്? ചോളം എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ കൃഷിയിടത്തിന്റെ വിസ്തൃതിയിൽ ഭക്ഷ്യവിളകളിൽ ചോളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 3ാമതാണ്. നമ്മളിപ്പോ ആദ്യം നെല്ല് പറഞ്ഞു, പിന്നെ ഗോതമ്പ് പറഞ്ഞു, പിന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് ഏതാണ്? ചോളാണ്. എന്നാൽ നമ്മുടെ ചോളം എന്ന് പറയുന്ന ഇന്ത്യയിലേതല്ല, അത് എവിടെ നിന്ന് വന്നതാണ്? അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയതാണ് ഈ ചോളം എന്ന് പറയുന്നത്. ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. 17ാം നൂറ്റാണ്ടിൽ ചോളം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അമേരിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇനി ചോളത്തിന് വേണ്ട വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 50 മുതൽ 100 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചോളം കൃഷി ചെയ്യുന്നത്. അതുപോലെ 50 to 100, അതായത് ശരാശരി വർഷപാതം ചോദിക്കുകയാണെങ്കിൽ 75 സെന്റിമീറ്റർ. പിന്നെ ഇതിനാവശ്യമായ താപനില എത്രയാണ്? 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിനാവശ്യമായ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീർവാർച്ചയുള്ളതും ഫലപുഷ്ടവുമായ നൈട്രജന്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ഏതിനാവശ്യം? ചോളത്തിന് ആവശ്യം. അപ്പോൾ ഫലപുഷ്ടതയുള്ളതും വേണം, നീർവാർച്ചയുള്ളതും വേണം, അതുപോലെ നൈട്രജന്റെ അംശം കൂടുതലുള്ള മണ്ണ് വേണം എന്തിന്? ചോളം കൃഷിക്ക്. ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? കർണാടകയാണ്. അതിനുശേഷം മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന എന്നിവയെല്ലാം ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകത്തിലാണ്. ലോകത്തിൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കാലിത്തീറ്റയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവിളയാണ് ചോളം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സംരംഭമാണ് ഈ ചോളത്തിനായിട്ടുള്ള ടെക്നോളജി മിഷൻ എന്ന് പറയുന്നത്.
സൗമ്യമായ കാലാവസ്ഥയും സമ്പന്നമായ മണ്ണും കാരണമായി ഇന്ത്യയിലെ ആകെ ചോളം ഉൽപാദനത്തിന്റെ 15% സംഭാവന ചെയ്യാൻ കർണാടകത്തിന് കഴിയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 7ാം സ്ഥാനം ഇന്ത്യക്ക്, ലോകത്തിലെ 7ാം സ്ഥാനം. ഇന്ത്യയിൽ 1ാം സ്ഥാനമുള്ളത് കർണാടകത്തില്. അതില് ഇന്ത്യയിൽ 15%, ഇന്ത്യയിലെ ടോട്ടലില് 15% സംഭാവന ചെയ്യുന്നത് ആരാണ്? അത് കർണാടകമാണ്. അതുപോലെ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാന്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലും ചോളം കൃഷി ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എന്ത് കൃഷി ചെയ്യുന്നുണ്ട്? ചോളം കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് പയർ വർഗ്ഗങ്ങൾ. ഉഴുന്ന്, തുവരപ്പരിപ്പ്, പയറ്, ചെറുപയർ, കടല മുതലായവയാണ് നമ്മൾ പയർ വർഗ്ഗങ്ങളിൽ പെടുത്തുന്നത് അല്ലെ. ഇതിന് വേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ജലം തങ്ങി നിൽക്കാത്ത ഒരു പൂഴി മണ്ണാണ് ഈ പയർ വർഗ്ഗങ്ങൾക്ക് അനുയോജ്യമായത്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ബീഹാർ എന്നിവയാണ് കൂടുതലായിട്ടും പയർ കൃഷി ചെയ്തു വരുന്നത്. തിനവിളകൾ. തിനവിളകളിൽ പെടുന്ന ഏതൊക്കെയാണ്? ജോവർ, ബജ്ര, റാഗി എന്നിവയാണ് തിനവിളകൾ. അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ, മില്ലറ്റുകൾ എന്ന് പറയുന്നതിലൊക്കെ പെടുന്നതാണ് ഈ ജോവർ, ബജ്ര, റാഗി എന്നിവ. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് വളരെ ഉയർന്ന പോഷക മൂല്യമാണ് ഉള്ളത്. ഇതിൽ ജോവർ അത് മണിച്ചോളം എന്ന് പറയും കേട്ടോ. കൃഷി ചെയ്യുന്ന സ്ഥലവും ഉൽപാദനവും അനുസരിച്ച് 3ാമത്തെ പ്രധാന ഭക്ഷ്യധാന്യമാണ് ജോവർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും മഴയെ ആശ്രയിച്ചുള്ള ധാന്യമാണ്. ഈർപ്പമുള്ള പ്രദേശത്താണ് ഇത് കൃഷി ചെയ്യപ്പെടുന്നത്. 45 സെന്റിമീറ്റർ താഴെയാണ് ഇതിന് മഴ ആവശ്യമായി വരുന്നത്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ജോവർ കൃഷി ചെയ്യപ്പെടുന്നത്. അടുത്തത് ബജ്ര. ബജ്രയ്ക്ക് എങ്ങനത്തെ നിലമാണ് വേണ്ടത്? മണൽ നിറഞ്ഞ മണ്ണിലും അതുപോലെ ആഴം കുറഞ്ഞ കറുത്ത മണ്ണിലും കൃഷി ചെയ്യപ്പെടുന്നതാണ് ബജ്ര എന്ന് പറയുന്നത്. 40 മുതൽ 75 സെന്റിമീറ്റർ ആണ് ഇതിന് മഴ ആവശ്യമായി വരുന്നത്. ഇത് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ രാജസ്ഥാന്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യപ്പെടുന്നത്. അടുത്തത് റാഗി. റാഗി നമുക്കറിയാലേ, ഇപ്പൊ വളരെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കുന്ന ഒരു ഭക്ഷ്യധാന്യമാണ് റാഗി എന്ന് പറയുന്നത്. ഇത് ഉഷ്ണമേഖലയിലുള്ള ഒരു വിളയാണ് റാഗി എന്ന് പറയുന്നത്. ഇതിന് 70 മുതൽ 120 സെന്റിമീറ്റർ വരെ മഴ ആവശ്യമാണ്. ചുവന്ന മണ്ണിലും ആഴം കുറഞ്ഞ കറുത്ത മണ്ണിലും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതാണ് ഈ റാഗി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും കൃഷി ചെയ്യപ്പെടുന്നത് കർണാടക, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങളിലാണ്. നമ്മൾ നേരത്തെ പയർവർഗ്ഗങ്ങൾ പറഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ്ഗങ്ങളുടെ ഉൽപാദകരും ഉപഭോക്താവും ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. നമുക്കറിയാലേ പയർവർഗ്ഗം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ പ്രോട്ടീനിന്റെ പ്രധാന ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് പയറുവർഗ്ഗങ്ങളാണ്. ഈ പയറുവർഗ്ഗങ്ങൾ എങ്ങനെ കൃഷി ചെയ്യാന്ന് ചോദിച്ചാൽ മറ്റു കൃഷികൾക്കിടയിൽ മാറ്റി കൃഷിയായിട്ടാണ് എന്ത് കൃഷി ചെയ്യുക? പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുക. എന്തിനാണ് ഈ പയറുവർഗ്ഗങ്ങൾ ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മണ്ണിന്റെ നൈട്രജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾ കാലങ്ങളിൽ സ്കൂൾ ടൈമിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്തിനാണ് ഇടവേള കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നൈട്രജന് മണ്ണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇടവേള കൃഷി ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അത് മണ്ണിലേക്ക് എത്തുന്നത്, അതിന് എന്താണ് സഹായിക്കുന്നത് എന്നെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന് സഹായിക്കുന്ന ഏത് ബാക്ടീരിയയാണ്? റൈസോബിയം അസറ്റോബാക്ടർ എന്നുള്ള ബാക്ടീരിയയാണ്. ഈ നൈട്രജന്റെ അളവ് മണ്ണിൽ ഈ പയർവർഗ്ഗങ്ങൾ അതിൽ നടുന്നതിലൂടെ പയറിന്റെ വേരുകളിൽ കാണപ്പെടുകയും അങ്ങനെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന റൈസോബിയം അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയയാണ്. അപ്പൊ അടുത്തത് നാണ്യവിളകൾ. നാണ്യവിളകളിൽ പ്രധാനമായിട്ട് വരുന്ന ഏതൊക്കെയാണ്? കരിമ്പും മെണക്കുരുകളും അതുപോലെ നാരുവിളകളും എല്ലാമാണ് നാണ്യവിളകളിൽ പെടുന്നത്. ഭക്ഷ്യാവശ്യത്തിന് മാത്രമല്ലാതെ വേറെയും വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ പെടുന്നവയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. അതിൽ നാരുവിളകളിൽ പെടുന്ന ഏതൊക്കെയാണ്? പരുത്തി, ചണം, കരിമ്പ് എന്നിവയാണ്. എണ്ണക്കുരുക്കളിൽ പെടുന്ന ഏതൊക്കെയാണ്? നിലക്കടല, കടുക്, നാളികേരം, എള്ള്, ആവണക്ക്, സൂര്യകാന്തി എന്നിവയെല്ലാം എണ്ണക്കുരുക്കളിൽ പെടുന്നതാണ്. അതുപോലെ പാനീയ വിളകളിൽ പെടുന്ന ഏതൊക്കെയാണ്? തേയില, കാപ്പി, കൊക്കോ, വാനില എന്നിവയെല്ലാം പാനീയ വിളകളിൽ പെടുന്നതാണ്. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. കരിമ്പിന്റെ ജന്മഗൃഹം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. കരിമ്പുൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് ചോദിച്ചാൽ അത് ബ്രസീലാണ്. 2ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്.
കരിമ്പ് നമ്മൾ എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പഞ്ചസാര ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു കൃഷിയാണ് കരിമ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ഒരുപാട് കാലം എന്ന് വേണം, 10 മുതൽ 12 മാസം കൊണ്ടൊക്കെയാണ് ഒരു കരിമ്പ് പൂർണ്ണ വളർച്ച എത്തുന്നത് എന്ന് പറയുന്നത്. ഈ കരിമ്പിന് അനുയോജ്യമായ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 75 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴയാണ് ഇതിന് വേണ്ടത്. താപനില എന്ന് പറയുന്നത് എത്രയാണ്? 21 to 27 ഡിഗ്രി വരെ സെൽഷ്യസ് താപനിലയും ഈ കരിമ്പിന് ആവശ്യമാണ്. അതുപോലെ നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം. കരിമ്പിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏതാണ്? സൂക്രോസ് ആണ് കരിമ്പിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര എന്ന് പറയുന്നത്. പഞ്ചസാര, ശർക്കര, ഗാൻസാരി, മൊളാസസ് എന്നിവയുടെ പ്രധാന ഉറവിടവും കരിമ്പ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? ഉത്തർപ്രദേശാണ്. അതുകൂടാതെ മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, പഞ്ചാബ്, ഹരിയാന എന്നീ പ്രദേശങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? കരിമ്പ് ഉൽപാദനം കാണപ്പെടുന്നുണ്ട്. പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ കരിമ്പ് കൃഷിയാണ് അല്ലേ. പഞ്ചസാര അത് വ്യവസായത്തിനായിട്ട് നമ്മളത് മാറ്റപ്പെടുമ്പോഴാണ് അത് പഞ്ചസാരയായി മാറുന്നത്. അപ്പോൾ കരിമ്പ് ഉൽപാദനത്തിൽ ഉത്തർപ്രദേശും പഞ്ചസാര ഉൽപാദനത്തിൽ ആരാളുള്ളത്? മഹാരാഷ്ട്രയുമാണുള്ളത്. അടുത്ത ഏതാണ്? അടുത്തത് പരുത്തി. പരുത്തി ചെടിയുടെ യഥാർത്ഥ ഭവനം എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പരുത്തിയുടെ വീട് എന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കാറ്. പരുത്തി ഉൽപാദനത്തിൽ ലോകത്തിൽ 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. നീളം കുറഞ്ഞ നാരുകളുള്ള പരുത്തിയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യപ്പെടുന്നത്. എങ്ങനത്തെയാണ്? നീളം കുറഞ്ഞ നാരുകളാണ്. ഇതിന് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണും അതുപോലെ തന്നെ എക്കൽ മണ്ണുമാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയായിരിക്കുക? ഗുജറാത്തിലും മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇവയെല്ലാം കൃഷി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തെ ഒരു സ്ഥലത്ത് പരുത്തി കൃഷി ചെയ്യേണ്ടത് അത് എവിടെയാണ്? പാലക്കാടാണ്. പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശം എന്ന് പറയുന്നത്, ഏക ജില്ല എന്ന് പറയുന്നത് പാലക്കാട്, ചിറ്റൂരാണ് പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ പരുത്തിച്ചെടിക്ക് 20 to 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം. മഞ്ഞു വീഴ്ചയില്ലാത്ത വളർച്ചാഘട്ടം ആയതിനാവശ്യമാണ്, പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. അതുപോലെ ചെറിയ വാർഷിക വർഷപാതവും അതുപോലെ അതിന് ഉപയോഗപ്രദമായ മണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? കറുത്ത എക്കൽ മണ്ണാണ്. പരുത്തി എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. ഇത് പാകമാകാൻ 6 മുതൽ 8 മാസം വരെ ആവശ്യമാണ്. പരുത്തിയെ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തിയെ അറിയപ്പെടുന്നത്. വൻതോതിൽ പരുത്തി ഉൽപ്പാദനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മുംബൈ ഈ പരുത്തി തുണിയുടെ വ്യവസായ കേന്ദ്രമായി മാറാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്തെല്ലാമാണ്? സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യതയും അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിലുള്ള ഊർജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി സാധ്യതകൾ, ശുദ്ധജല ലഭ്യത, മനുഷ്യവിഭവ ലഭ്യത എന്നിവയെല്ലാമാണ് ഈ മുംബൈ പ്രധാന കേന്ദ്രമായി, പരുത്തി തുണി വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയവയെല്ലാം. വൻതോതിൽ പരുത്തി ഉൽപാദനം മുംബൈയിൽ ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1854 ആദ്യ പരുത്തി മില്ല് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ 1818 കൊൽക്കത്തയിലാണ്. ഫോർട്ട് ഗ്ലോസ്റ്റർ എന്നിവിടെയാണ് ആദ്യ പരുത്തി മിൽ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് പരുത്തി വ്യവസായമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ക്ലാസ്സും കൂടി കഴിയുന്നതോടെ നമ്മുടെ ഈ ടോപ്പിക്, കൃഷി എന്നുള്ള ടോപ്പിക്ക് ഒരുവിധം കഴിയും. അതായത് പ്രത്യേകിച്ച് ഓരോ വിളകളെക്കുറിച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എടുത്ത് പറയാം. ഇനി 1-2 ക്ലാസ്സുകളോടെ നമ്മൾ ഈ കൃഷി എന്ന ടോപ്പിക്ക് തീരുന്നതായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. കാരണം ഒരുപാട് നീട്ടി വലിച്ച നമുക്ക് ഇത് തീർക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറോളമൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഇതോടെ നിർത്തുന്നത്. വീണ്ടും പുതിയൊരു ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ് അടുത്ത ദിവസം തന്നെ പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.